പ്രൈസ് ദ ലോർഡ്. ഒരിക്കൽ ഏലിയാവ് എന്ന പ്രവാചകനോട് ദൈവം പറഞ്ഞു, സരഫാത്ത് എന്ന സ്ഥലത്തേക്ക് പോകാൻ. അവിടുത്തെ ഒരു വിധവയോട് ഞാൻ നിനക്ക് താമസവും ഭക്ഷണവും എല്ലാം കരുതുവാൻ കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഏലിയ പ്രവാചകൻ സരഫാത്തിലേക്ക് പുറപ്പെട്ടു. അവിടെ പട്ടണത്തിന്റെ വാതിൽക്കൽ എത്തിയപ്പോൾ ഒരു വിധവയായ സ്ത്രീ വിറക് പെറുക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ടു. അവൻ അവളോട്, എനിക്ക് കുടിക്കാൻ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം കൊണ്ടുതരാമോ എന്ന് ചോദിച്ചു. അവൾ അതെ എന്ന് പറഞ്ഞ് വെള്ളം കൊണ്ടുവരാൻ പോകുമ്പോൾ ഏലിയ പ്രവാചകൻ, ഒരു കഷ്ണം അപ്പവും കൂടെ നീ വരുമ്പോൾ കൊണ്ടുവരണേ എന്ന് പറഞ്ഞു. അദ്ദേഹം ഒരു പ്രവാചകനാണെന്ന് മനസ്സിലാക്കിയ അവൾ പറഞ്ഞു, നിന്റെ ദൈവമായ യഹോവയാണ് എന്റെ കലത്തിൽ ഒരു പിടി മാവും ഭരണിയിൽ ഒരൽപ്പം എണ്ണയുമല്ലാതെ എന്റെ വീട്ടിൽ ഒരപ്പമോ ഒന്നും തന്നെ ഇല്ല. ഞാൻ ഈ 2 കഷ്ണം വിറക് പെറുക്കുന്നത് ഇത് കൊണ്ടുപോയി ആ മാവും എണ്ണയും കൊണ്ട് അപ്പമുണ്ടാക്കി കഴിച്ചിട്ട് ഞാനും എൻ്റെ മകനും മരിക്കാൻ കരുതിയിരിക്കുകയാണ് എന്ന് പറഞ്ഞു. ഇത് കേട്ട ഏലിയ പ്രവാചകൻ പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാൻ പറഞ്ഞതുപോലെ നീ പോയി ചെയ്യൂ. നിന്റെ കലത്തിലെ മാവ് കൊണ്ട് എനിക്ക് ആദ്യം ചെറിയൊരട ഉണ്ടാക്കി കൊണ്ടുവരൂ, പിന്നെ നിനക്കും നിന്റെ മകനും വേണ്ടി ഉണ്ടാക്കുക എന്ന് പറഞ്ഞു. ആ ദേശത്തൊക്കെ മഴയില്ലാതെ കൃഷിസ്ഥലങ്ങൾ നശിച്ച് ജനങ്ങൾ ആഹാരമില്ലാതെ വളരെ ദാരിദ്ര്യത്തിലായിരുന്നു. എന്നാൽ പ്രവാചകൻ പറഞ്ഞു, യഹോവ ഭൂമിയിൽ മഴ പെയ്യിക്കുന്ന നാളുവരെ നിന്റെ കലത്തിലെ മാവ് തീർന്നു പോകുകയില്ല, നിന്റെ ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോകുകയുമില്ല എന്ന് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു എന്നവളോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ ആ സ്ത്രീ സന്തോഷത്തോടെ വീട്ടിൽ പോയി പ്രവാചകന് ആദ്യം മാവിൽ നിന്നും അടയുണ്ടാക്കി കൊടുത്തു. അത് കഴിഞ്ഞ് വീട്ടിലുള്ളവർക്കും ഉണ്ടാക്കി. എന്നാൽ എടുക്കുംതോറും മാവും എണ്ണയും കുറയാതെ നിറഞ്ഞു തന്നെയിരുന്നു. പ്രവാചകനും ആ വീട്ടിൽ തന്നെ താമസിച്ചു. അങ്ങനെ കുറെ കാലം ഏലിയ പ്രവാചകനിലൂടെ ദൈവം പറഞ്ഞതുപോലെ കലത്തിലെ മാവ് കുറഞ്ഞു പോകാതെ ക്ഷാമകാലം മുഴുവൻ ദൈവം അവരെ പോറ്റി. അങ്ങനെയിരിക്കെ ഒരു ദിവസം വിധവയായ സ്ത്രീയുടെ മകന് അസുഖമായി. അസുഖം കൂടിക്കൂടി വന്നു. അവനിൽ ശ്വാസമില്ലാതെ മരിച്ച അവസ്ഥയിലെത്തിയപ്പോൾ ആ സ്ത്രീ പ്രവാചകനോട് പറഞ്ഞു, എന്റെ പാപം ഓർമ്മിപ്പിക്കാനും എന്റെ മകനെ കൊല്ലുവാനുമായിട്ടാണോ നീ ഇവിടെ വന്നത് എന്ന് പറഞ്ഞ് നിലവിളിച്ചു. അപ്പോൾ ഏലിയ പ്രവാചകൻ പറഞ്ഞു, നിന്റെ മകനെ ഇങ്ങ് താ എന്ന് പറഞ്ഞ് സ്ത്രീയുടെ മടിയിൽ നിന്നും കുഞ്ഞിനെ എടുത്തുകൊണ്ട് താൻ താമസിച്ചതായ മാളിക മുറിയിലേക്ക് പോയി തന്റെ കട്ടിലിൽ കുട്ടിയെ കിടത്തി. എന്നിട്ട് ദൈവത്തോട് ഇപ്രകാരം പ്രാർത്ഥിച്ചു, ഞാൻ താമസിക്കുന്ന ഈ വീട്ടിലെ വിധവയുടെ മകൻ മരിക്കുവാൻ തക്കവണ്ണം നീ അനർത്ഥമൊന്നും അവൾക്ക് വരുത്തരുതേ. ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പ്രവാചകൻ കുട്ടിയുടെ മേൽ 3 പ്രാവശ്യം കവിണ്ണു കിടന്നു. എന്നിട്ട് യഹോവയോട് ഇപ്രകാരം പ്രാർത്ഥിച്ചു, എന്റെ ദൈവമായ യഹോവേ, ഈ കുട്ടിയുടെ പ്രാണൻ അവനിൽ മടങ്ങി വരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചതും യഹോവ ഏലിയാവിന്റെ പ്രാർത്ഥന കേട്ടു. കുട്ടിയുടെ പ്രാണൻ അവനിൽ മടങ്ങി വന്നു. അവൻ ജീവനുള്ളവനായി തീർന്നു. ഇത് കഴിഞ്ഞിട്ട് ഏലിയാവ് കുട്ടിയെ എടുത്തുകൊണ്ട് മാളികയിൽ നിന്നും താഴെ വീട്ടിലേക്ക് കൊണ്ടുചെന്ന് അവന്റെ അമ്മയ്ക്ക് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇതാ നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു. ഇത് കേട്ടിട്ട് സ്ത്രീ പറഞ്ഞു, നീ ഒരു ദൈവപുരുഷനാണെന്നും നിന്റെ നാവിലൂടെയുള്ള ദൈവത്തിന്റെ വചനങ്ങൾ സത്യമാണെന്നും ഞാൻ ഇതിനാൽ അറിയുന്നു എന്ന് പറഞ്ഞ് ദൈവത്തിന് നന്ദി പറഞ്ഞു. വിശുദ്ധ ബൈബിളിൽ മത്തായി 10:40 മുതൽ 42 വരെയുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, നിങ്ങളെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു. പ്രവാചകൻ എന്ന് വച്ച് പ്രവാചകനെ കൈക്കൊള്ളുന്നവന് പ്രവാചകന്റെ പ്രതിഫലം ലഭിക്കും. നീതിമാൻ എന്ന് വച്ച് നീതിമാനെ കൈക്കൊള്ളുന്നവന് നീതിമാന്റെ പ്രതിഫലം ലഭിക്കും. ശിഷ്യൻ എന്ന് വച്ച് ഈ ചെറിയവരിൽ ഒരുത്തന് ഒരു പാനപാത്രം തണ്ണീർ മാത്രം കുടിപ്പാൻ കൊടുക്കുന്നവന് പ്രതിഫലം കിട്ടാതെ പോകുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്നെഴുതിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ യേശുവേ,
ദൈവത്തിൻ്റെ യഥാർത്ഥ പ്രവാചകന്മാരെയും അവരിലൂടെ ദൈവം അറിയിക്കുന്നതുമായ കാര്യങ്ങളെയും നിസ്സാരമായി കാണാതെ അവരെ ബഹുമാനിക്കുവാനും അവരിലൂടെ ദൈവം അറിയിക്കുന്ന കാര്യങ്ങൾ അനുസരിക്കുവാനുമുള്ള കൃപ തരണേ എന്നൊന്നു പ്രാർത്ഥിക്കാമോ? തീർച്ചയായും യേശു കർത്താവ് ആവശ്യമായ കൃപ നൽകിത്തരിക തന്നെ ചെയ്യും. സ്വർഗീയ സന്തോഷം കൊണ്ട് യേശു കർത്താവ് നിങ്ങളെ നിറയ്ക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഗോഡ് ബ്ലസ് യു.